ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാറ്റർഡേ ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബീഫ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. കുറച്ച് ബീഫ് എടുത്തു, അതിലേക്ക് നമ്മൾ സവാളയും കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം ഇതിൽ ഞാൻ അധികം മസാലക്കൂട്ടുകളൊന്നും ചേർക്കണില്ല കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും വെളിച്ചെണ്ണയും ഇത്രയും മാത്രം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിന് കൈ കൊണ്ട് തന്നെ തിരുമ്മി കൊടുക്കണേ. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊരു 5 വിസിൽ വരണ വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് സവാളയും പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായി കൈ കൊണ്ട് തിരുമ്മിയെടുത്തു. അതിനുശേഷം കുറച്ച് ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് തൈരും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ തൈര് ഞാൻ ഇവിടെ തന്നെ ഉറവിച്ചെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഒട്ടും പുളിയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കെന്നല്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ റെഡിയാക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അതും സെറ്റായി. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു റൈസ് ഊറ്റിയെടുക്കാമെന്ന്, വറ്റിച്ചെടുക്കണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റൈസും കുറച്ചധികം വെള്ളം ഒഴിച്ച് നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നാരങ്ങാനീര് ഉപ്പിട്ടിട്ട് അതവിടെ വേവാൻ വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അതിലുള്ള ഫ്രൈ ഐറ്റംസ് എല്ലാം റെഡിയാക്കി. നമ്മുടെ ഒനിയനും പിന്നെ കാഷ്യൂവും കിസ്മിസും എല്ലാം വറുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭാരപ്പെട്ട പണികളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബീഫ് സെറ്റായി വെന്തിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ചൂടുവെള്ളം കൂടി വെച്ചതിന് ശേഷം നമ്മൾ ദമ്മിടാനായിട്ട് നിന്നു. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ റൈസ് ഇട്ടു, പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിനടുത്ത് നമ്മളത് വേവിച്ചെടുത്തു കേട്ടോ. കാരണം ഒരു 75-80% ഒക്കെ നമ്മുടെ റൈസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 15 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ കാണാം. ബൈ.